ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റാണ്, വീടിൻ്റെ മെയിൻ വാർപ്പാണ്. വാർപ്പിന് കുറേ കാര്യങ്ങളുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വാർപ്പിന് ഒരു കൂട്ടം ടീമുകൾ, അതായത് നമുക്ക് ഏകദേശം 22ഓളം ആൾക്കാരുണ്ടായിരുന്നു. 22ഓളം ആൾക്കാർക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ അതുകൂടാതെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം, തണുത്ത വെള്ളം മാക്സിമം കൊടുക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ലസ്സിയോ ഒക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അവർ ചുടി ചുരുക്കോടെ നിൽക്കും. അപ്പോൾ ഇത് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസീൽഡ് വയറിങ്, മേളിലൂടെ ജംഗ്ഷനും കാര്യങ്ങളും വയറും പൈപ്പും ഒക്കെ ഇട്ടേക്കുന്നതിൻ്റെ, വയറിംഗ് അല്ല, പൈപ്പ് ഇട്ടേക്കുന്നതിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് മൊത്തം. പിന്നെ പറകുളയ്ക്കകത്തൊക്കെ പൈപ്പ് ഇട്ടിരിക്കുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ രാവിലെ 9:30 ആൾക്കാരെല്ലാം എത്തി. 10:30 നമ്മൾ വാർപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും മഴയായത് കാരണം നമുക്കൊരു പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മഴയുണ്ടാവും. അപ്പോൾ കാലാവസ്ഥയിലും വെതറിലും കാണിച്ചിരിക്കുന്നത് മഴ 3:30 സ്റ്റാർട്ടാവുന്നതാണ്. എന്തായാലും ദൈവാധീനം കൊണ്ട് മഴയുണ്ടായില്ല. വാർപ്പൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു, നിങ്ങളുടെയും പ്രാർത്ഥനയും കൊണ്ടും. അപ്പം എന്തായാലും 10:30 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവർ വണ്ടിയിൽ, അവരുടെ വണ്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനും പിന്നെ കോൺക്രീറ്റ് മിക്സറും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പോഴത്തെ രീതി എന്ന് പറയുന്നത് ലാഡർ സെറ്റപ്പാണ്. അപ്പം അങ്ങ് എന്താ പറയുക, നമ്മൾ വാർക്കുന്നതിൻ്റെ മുകളിൽ വരെ ഈ ലാഡർ ചെന്നിട്ട് അതിനകത്തൊരു കപ്പി ഉണ്ടാവും. ആ കപ്പിക്കകത്തിലൂടെ നമ്മുടെ JCBയുടെ ഫ്രണ്ടിലത്തെ തൊട്ടി പോലത്തെ ഒരു സാധനത്തിലൂടെ ഈ പറയുന്ന കൂട്ട് ആ വഴിയാണ് പോകുന്നത്. അത് നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റും. 6:4:1 ആ ഒരു കണക്കിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പം 5 ഇഞ്ച് രീതിയിലാണ് നമ്മൾ വാർപ്പിൻ്റെ കനം വരുന്നത്. 4.5 അങ്ങനെ രീതിയിലാണ് വാർപ്പിൻ്റെ കനം വരുന്നത്. പിന്നെ 6:4:1 എന്ന് പറയുമ്പം 6 കൊട്ട എംസാൻഡും 4 കൊട്ട മെറ്റലും 1 ചാക്ക് സിമെൻറ്റുമാണ്. അപ്പോൾ രാംകോയുടെ ക്രേറ്റെ എന്ന് പറയുന്ന സിമെൻറ്റാണ് നമ്മൾ കോൺക്രീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഇപ്പം ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പിടി പ്രൂഫും. അങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുകളിൽ ഇത്രയും വെയിറ്റ് വരുവാണ്. നമ്മൾ ഇട്ടിട്ട് നമ്മൾ വൈബ്രേറ്റർ വെച്ച് സെറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ജാക്കി കറക്റ്റ് ലെവലിലാണോന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് മുകളിൽ എത്ര വെയിറ്റ് കയറി കഴിഞ്ഞാൽ ആ ജാക്കി ക്ലിയർ ആണോ അല്ലെങ്കിൽ ജാക്കി വല്ല ലൂസ് ഉണ്ടോ എന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവാധീനം കൊണ്ട് മഴ പെയ്തില്ല, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 6:30 ആയപ്പോഴത്തേക്ക് തീർന്നു. 2 മണിക്കൂർ ഒരു ബ്രേക്ക് കൊടുത്തായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നല്ല കട്ട വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 2 മണിക്കൂർ ഫുഡ് അടിക്കാനൊക്കെ ആയിട്ട് നല്ല ബ്രേക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇനിയും ബാക്കിയുള്ളത് ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഓൺ വീഡിയോയുടെ വോയിസ് കേൾക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ യു സൂൺ. അപ്പം വാർപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത്. എല്ലാവർക്കും വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഓക്കെ. അറിയത്തില്ല. വെച്ചിട്ടുണ്ട്. അല്ല വയറിംഗ് അല്ല, ഇവർ ഇവിടെ വെക്കുന്നത് കമ്പി പൊക്കി.
നല്ലതാ നല്ലതാ. ചായ വെള്ളം വരുന്നു, വെള്ളം വെള്ളം. പൈപ്പ് പോട്ടല്ലേ, പൈപ്പ് പോട്ടല്ലേ. കന്നിമൂല അവിടെ. ദക്ഷിണുണ്ട്, ദക്ഷിണുണ്ട്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ അല്ലയോ? നല്ല പരിപാടിയല്ലേ എണിയും ബാബു? എണിയും ബാബു പാർട്ടികളാണ്. അവർ പൊക്കോളും. അവർ പറയും